السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 9ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നമ്മൾ നമ്മുടെ 5ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായിട്ടുള്ള ഇൻഖതാത്തിൽ കഹർബ എന്ന് പറയുന്ന പാഠഭാഗവും അതിനെ തുടർന്ന് വരുന്ന ആക്ടിവിറ്റീസുകളുമായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ആ ഒരു പാഠത്തിൽ വരുന്ന ഒരു ചാപ്റ്ററിൽ വരുന്ന അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഒരു മൽലൂമയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി എന്താണ് എന്ന് നോക്കാം. നോക്കൂ, നഖ്റ ഉൽ ഫിഖറ വനഫ്ഹമു. നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളതായ പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് മനസ്സിലാക്കാം എന്നാണ്. അതിൻ്റെ ഇഷ്ടം ഒരു പാരഗ്രാഫ് വായിച്ചു തരാം, എന്നിട്ട് എന്താണ് ആക്ടിവിറ്റി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം കേട്ടോ. കാനത്തിൽ ഓബത്തു കസീഫത്തും ബിൽ അഷ്ജാരി. കാനത്തിൽ ഓബത്തു, ആ ഒരു കാട്, ഓബത്ത് എന്ന് പറഞ്ഞ ഫോറസ്റ്റ്, കാട് എന്നാണ്. കാടായിരുന്നു. കസീഫത്തും ബിൽ അഷ്ജാരി, മരങ്ങൾ തിങ്ങി നിറഞ്ഞതായിരുന്നു. ഹിയ, അത്, മഹ്വ അൽ ഹയവാനാത്തി വത്തുയൂർ, മൃഗങ്ങളുടെയും പക്ഷികളുടെയും. മഹ്വ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം എന്നാണ്. ഹയവാനാത്ത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, തുയൂർ എന്ന് പറഞ്ഞാൽ പക്ഷികൾ. അപ്പോൾ പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം അഭയകേന്ദ്രമായിരുന്നു ആ കാട് എന്ന് പറയുന്നത്. മനാലിറുഹ ജമീലത്തുൻ, ആ കാട്ടിലെ കാഴ്ചകളെല്ലാം തന്നെ ജമീലത്തുൻ, ഭംഗിയുള്ളതാണ്. യഅ്തി ഇലൈഹ, അതിലേക്ക് വരുന്നുണ്ട്. അസുവാറു, സുവാർ എന്ന് പറഞ്ഞാൽ സന്ദർശകർ എന്നാണ്. കാട്ടിലേക്ക് സന്ദർശകർ വരുന്നത്. ലിയതമത്തഉ, അവർ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടാണ്. ബി അസ്വാത്തിൽ ഹയവാനാത്തി വത്തുയൂരി, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങളൊക്കെ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ വലിയ ഷാഹിദു, അവർ കാണുവാൻ വേണ്ടിയിട്ടും. ഹയാത്തഹ അത്തൊബിയ, പ്രകൃതിപരമായിട്ടുള്ള അതിൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ കാണുവാൻ വേണ്ടിയിട്ടുമാണ് സന്ദർശകർ അങ്ങോട്ട് വരുന്നത്. യസ്വീഹുദ്ദീഖ് സ്വബാഹൻ, കോഴി രാവിലെ കൂവുന്നു. യസ്വീഹുദ്ദീഖു, സ്വാഹ എന്ന് പറഞ്ഞാൽ കോഴി കൂവുന്നതിനാണ് സ്വാഹ എന്ന് പറയാം കേട്ടോ. കോഴി കൂവുന്നു. സ്വബാഹൻ, രാവിലെ. ഫതത്വീറു തുയൂറു, അപ്പോൾ എന്ത് ചെയ്യുന്നു? പക്ഷികളൊക്കെ തന്നെ പറക്കുന്നു. മിനൽ ആശാഷി, അവയുടെ കൂടുകളിൽ നിന്നും പക്ഷികൾ പറക്കുന്നു. തർത്തഫ്യോ അസുവാത്തുഹ, ആ സമയത്ത് തർത്തഫ്യോ, ഉയരുന്നു. അസുവാത്തുഹ, അവയുടെ ശബ്ദങ്ങൾ ഉയരുന്നു. മിസ്ല, ഏതുപോലെ. സഖ്സഖത്തിൽ ഉസ്ഫൂർ, സഖ്സഖ എന്ന് പറഞ്ഞാൽ ആ ഒരു കുരുവിയുടെ ശബ്ദത്തിനാണ് സഖ്സഖ എന്ന് ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ തന്നെ വഹദീലിൽ ഹമാമ, അതുപോലെ പ്രാവുകൾ എന്ത് ചെയ്യുന്നു? ഹദീൽ എന്ന് പറഞ്ഞാൽ പ്രാവുകളുടെ ശബ്ദമുണ്ടാക്കുമല്ലോ, പ്രാവുകളെ കൂവ, അതിനാണ് ഹദീൽ എന്ന് ഉപയോഗിക്കുക. അതുപോലെ നഈഖുൽ ഉറാബ്, കാക്കയുടെ ശബ്ദം, ആ ഒരു കാക്കയുടെ കുറുകലിനാണ് നഈഖ് എന്ന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹദ്ഹദത്തിൽ ഹുദ്ഹുദു, ഹദ്ഹദ എന്ന് പറഞ്ഞാൽ ആ ഒരു മരം കൊത്തി ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, അങ്ങനെ മരം കൊത്തിയിട്ടുണ്ടാക്കുന്ന ശബ്ദം, അതിനാണ് ഹദ്ഹദ എന്ന് ഉപയോഗിക്കുക കേട്ടോ. ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ മരം കൊത്തി എന്നാണ്. തഅരീദിൽ ബുൽബുൽ, അതുപോലെ തന്നെ കുയിലിൻ്റെ പാട്ട്. ഒറദ എന്ന് പറഞ്ഞാൽ കുയിൽ ശബ്ദമുണ്ടാക്കുന്നതിനാണ് ഒറദ എന്ന് ഉപയോഗിക്കുക. അതുപോലെ വനഖനഖത്തി ദജ്ജാജതു, പിടക്കോഴികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിനാണ് നഖ നഖ എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കോഴികളുടെ ആ ഒരു ശബ്ദവും എല്ലാം കേൾക്കുന്നു എന്നാണ്. പൂവൻ കോഴി കൂവുന്നതിനാണ് സ്വാഹ എന്ന് ഉപയോഗിക്കുക. പിടക്കോഴികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിനാണ് നഖ നഖ എന്ന് ഉപയോഗിക്കുന്നത്. അമ്മൽ ഹയവാനാത്തു, എന്നാൽ മൃഗങ്ങൾ. ഫതുസ്രിഉ ഇലൽ മറാഇ, അവർ പെട്ടെന്ന് തന്നെ എങ്ങോട്ട് പോകുന്നു? മറാഇ എന്ന് പറഞ്ഞാൽ മേച്ചിൽ സ്ഥലങ്ങൾ എന്നാണ്. പുല്ലുകളും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങൾ, അതാണ് മറാഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ പോകുന്നു എന്നാണ്. അൽഖിത്തു യമൂഉ,
പൂച്ച MOO എന്ന് പറഞ്ഞാൽ മ്യാവ് എന്ന് സൗണ്ട് ഉണ്ടാക്കൂലേ, അതിനാണ് MOO എന്ന് ഉപയോഗിക്കുക പൂച്ച ശബ്ദമുണ്ടാക്കുന്നതിന്. വൽക്കെൽബ് എൻബഹു നായ കുരയ്ക്ക, അതിനാണ് എൻബഹു എന്ന് ഉപയോഗിക്കുക കേട്ടോ. നായ കുരയ്ക്കുന്നു. വൽബക്കറത്ത് തഹൂറു, അതോടൊപ്പം തന്നെ പശു അതെന്ത് ചെയ്യുന്നു, ആ പശുവിൻ്റെ ആ ഒരു ശബ്ദം ഉണ്ടാക്കുമല്ലോ, അതിനാണ് ഹോറ എന്ന് ഉപയോഗിക്കുന്നത്. അതിന് മുലാരിയാണ് തഹൂറു എന്ന് പറയുന്നത്. അപ്പം പശു എന്ത് ചെയ്യുന്നു, അലറുന്നു എന്നൊക്കെ പറയാം അല്ലേ. വൽ അസദു എസ്റഉ, അതുപോലെ തന്നെ സിംഹം ഗർജിക്കുക, അതിനാണ് എസ്അറു എന്ന് പറയുന്നത്, സിംഹം ഗർജിക്കുന്നതിന്. അതുപോലെ വൽ ഹിമാറു യൻഹക്കു, കഴുത ചിലമ്പ എന്നാണ് പറയുക അല്ലേ. ആ ഒരു കഴുത ഉണ്ടാക്കുന്ന ശബ്ദത്തിനാണ് നഹക്ക എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ കാട്ടിലെന്താണ് വിവിധ രീതിയിലുള്ള പക്ഷികളൊക്കെ അവയുടെ ശബ്ദമുണ്ടാക്കുന്നുണ്ട്, മൃഗങ്ങളൊക്കെ അവയുടെ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മൃഗങ്ങളും ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾക്കും അതുപോലെ പക്ഷികൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾക്കൊക്കെ ആ ഒരു ശബ്ദത്തിനൊക്കെ എന്താണ് ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് താഴെ വന്നിട്ടുള്ള അൻഷിത കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കൂ. നക്തശിഫു മിനൽ ഫിഖറത്തി അസ്വാത്തിൽ ഹയവാനാത്തി വത്തുയൂരി വനുഇദ്ദു ഖായിമതൻ. എന്താണ് ചോദ്യം കൊടുത്തിട്ടുള്ളത്? നക്തശിഫു മിനൽ ഫിഖറ, ആ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടെത്താമെന്നാണ്. അസ്വാത്തിൽ ഹയവാനാത്തി മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, വത്തുയൂരി പക്ഷികളുടെ ശബ്ദങ്ങളും, വനുഇദ്ദു ഖായിമതൻ എന്നിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. നോക്കൂ, അൽ ഹയവാനാത്തി ഓർ അത്തുയൂർ അല്ലെ പക്ഷികൾ മൃഗങ്ങൾ, അതുപോലെ അസൗത്ത് അവരുടെ ശബ്ദം, ഇങ്ങനെ 2 ബോക്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ അദ്ദീഖു എന്ന് കൊടുത്തിട്ടുണ്ട്, കോഴി കൂവുന്നതിന് യസ്സീഹു എന്നാണ് ഉപയോഗിക്കുക. എന്താണ് ഉപയോഗിക്കുക? യസ്സീഹു എന്നാണ്. അതുപോലെ ബാക്കിയുള്ളത് നിങ്ങൾ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. ദീക്ക് കൊടുത്തതുപോലെ തന്നെ പിന്നെ ഏതാണ് വരുന്നത് നോക്കൂ. അൽ ഉസ്ഫൂർ അല്ലെ കുരുവി എന്താണ് സഖ എന്നെല്ലാം അവിടെ കൊടുത്തിട്ട്, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യുസഖ്സിഖു എന്ന് എഴുതാം കേട്ടോ, യുസഖ്സിഖു. അതുപോലെ തന്നെ യഹ്ദിലു, ഹമാമത്തായതുകൊണ്ട് തന്നെ തഹ്ദിലു എന്ന് എഴുതാം. ആരാണ്? എന്നിട്ട് അൽ ഹമാമത്ത് എന്ന് എഴുതിയിട്ട് തഹ്ദിലു എന്ന് എഴുതിയാൽ മതി. അതുപോലെ അൽ ഉറാബ് എന്ന് എഴുതിയിട്ട് എൻ അഖു എന്നാണ് വരിക, എൻ അഖു അൽ ഉറാബു. അതുപോലെ തന്നെ അൽ ഹുദ്ഹുദ് എന്ന് എഴുതിയിട്ട് യുഹദ്ഹിദു എന്നാണ് എഴുതേണ്ടത്, യുഹദ്ഹിദു. അതുപോലെ തന്നെ അൽ ബുൽബുലു യുഐരിദു എന്നാണ് എഴുതേണ്ടത്, യുഐരിദു എന്താണ്? അൽ ബുൽബുലു യുഐരിദു. അതുപോലെ തന്നെ അദ്ദജാജത്തു തുനഖ്നിഖു എന്നെഴുതണം, അദ്ദജാജത്തു തുനഖ്നിഖു. അതുപോലെ തന്നെ അൽ ഖിത്തു യമൂഉ, അൽ കൽബു യംബഹു, അൽ ബക്കറത്തു തഹൂറു, അൽ അസദു യസ്അറു, അൽ ഹിമാറു യൻഹക്കു. ആ രൂപത്തിലാണ് നിങ്ങൾ ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് കേട്ടോ. എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്ന് ടീച്ചറോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇൻഷാ അല്ലാഹ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ ആക്ടിവിറ്റീസുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മൻലൂമാണ്. നമ്മുടെ ഒരു യൂണിറ്റിൽ വരുന്ന 2ാമത്തെ പാഠം എന്ന് പറയുന്നത് ഒരു മൻലൂമയാണ്, ഒരു കവിതയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. എന്താണ് ആ ഒരു കവിതയുടെ പേര് എന്ന് നോക്കൂ. മറഹുത്തുഫൂലത്തി, അതാണ് കവിതയുടെ പേര് അല്ലേ. മറഹുത്തുഫൂല, കുട്ടിക്കാലത്തിൻ്റെ സന്തോഷം അല്ലെങ്കിൽ കുട്ടിക്കാലത്തിൻ്റെ ആനന്ദം എന്നാണ്. അൻഷദൽ ജദ്ദു മൻലൂമൻ, ആ ഒരു ഗ്രാൻഡ് ഫാദർ, ആ ഒരു വല്യുപ്പ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മൻലൂമ പാടി എന്നാണ്, ഒരു കവിത പാടി. യസ്തലിക്കിറു, അദ്ദേഹം ഓർക്കുന്നുണ്ടായിരുന്നു. അയ്യാമത്തുഫൂലത്തിഹി, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിലെ ദിവസങ്ങൾ, കുട്ടിക്കാലത്തിലെ ദിനങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ആ ഒരു ജദ് പാടിയ മൻലൂമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടീച്ചർ അതൊന്ന് പാടിത്തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് കൂടെ പാടി നോക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. إنا لفي زمن الطفولة والسذاجة والطهور نحيا كما تحيا البلابل والجداول والزهور إذ نحن لم نعرف من الدنيا سوى مرح السرور وبناء أكواخ الطفولة تحت أعشاش الطيور
مسقوفة بالورد والأعشاب والورق النظير نبني فتهدمها الرياح فلا نضج ولا نثور ونظل نركض خلف أسراب الفراش المستطير نشدو ونرقص كالبلابل للحياة وللهبور ونشيد في الأفق المخلب بالأمانينا قصور لا نسأم اللهو الجميل وليس يدركنا الفتور. ഓക്കെ, ഡിഷ് പാടിയത് എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ പാടി പഠിക്കുക. അതുപോലെ തന്നെ വ്യത്യസ്ത ഈണങ്ങളൊക്കെ ഈ പാട്ടിനെ കണ്ടെത്തി പാടി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ ആശയം നോക്കാം. إنا لفي زمن الطفولة والسذاجة والطهور نحيا كما تحيا البلابل والجداول والزهور. അതാണ് ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത്. തീർച്ചയായും നാം ലഫി സമനി തുഫൂലത്തി കുട്ടിക്കാലത്തിൽ, ലഫി സമനി തുഫൂലത്തി കുട്ടിക്കാലത്തിൽ, അല്ലെ ആ സമൻ എന്ന് പറഞ്ഞ കാലം എന്നാണ്. നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്തിൽ വസ്സദാജത്തി, നമ്മുടെ സദാജത്ത് എന്ന് പറഞ്ഞാൽ ലാളിത്യം, നിഷ്കളങ്കത എന്നൊക്കെയാണ് അർത്ഥം. വസ്സദാജത്തി വത്തുഹൂർ, തുഹൂർ എന്ന് പറഞ്ഞാൽ വൃത്തി, ശുചിത്വം എന്നാണ്. അപ്പം നമ്മുടെ ഒരു കുട്ടിക്കാലത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ഒരു നിഷ്കളങ്കതയിലും നമ്മുടെ ഒരു വൃത്തിയിലുമൊക്കെ നെഹിയ നാം ജീവിക്കുന്നു എന്നാണ്. നെഹിയ നാം ജീവിക്കുന്നു, കമാ തെഹിയ ജീവിക്കുന്നത് പോലെ. നെഹിയ എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്നു, കമാ തെഹിയ ജീവിക്കുന്നത് പോലെ. അൽ ബലാബിലു, ബുൽബുലി എന്നതിൻ്റെ ജം ആണ് ബലാബിൽ എന്ന് പറയുന്നത്. എന്താണ് ബുൽബുൽ എന്ന് പറഞ്ഞാൽ? രാപ്പാടി എന്നാണ് കേട്ടോ. ബുൽബുൽ എന്ന് പറഞ്ഞാൽ രാപ്പാടിക്കിളി, ബലാബിൽ എന്ന് പറയുന്നതിന് ജം ആണ്. അപ്പം ആരെപ്പോലെയാണ്? രാപ്പാടികൾ, അല്ലേ? രാപ്പാടികൾ ജീവിക്കുന്നത് പോലെയാണ്. വൽ ജദാവിലോ, അതുപോലെ തന്നെ ജദുവലി എന്നതിന് ജം ആണ് ജദാവിൽ എന്ന് പറയുന്നത്. തടാകങ്ങളെ പോലെയാകുന്നു, അതുപോലെ തന്നെ വസ്സുഹൂറു പൂക്കളെ പോലെയുമാകുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്ത് നാം ജീവിക്കുന്നത് ആരെപ്പോലെയാണ്? പാട്ട് പാടുന്ന രാപ്പാടികളെപ്പോലെ, അതുപോലെ തന്നെ ഒഴുകുന്ന തടാകങ്ങളെപ്പോലെ, അതുപോലെ തന്നെ പൂക്കളെപ്പോലെയൊക്കെയാണ് ആ ഒരു കുട്ടിക്കാലത്തിൽ നാം ജീവിക്കുന്നത് എന്നാണ്. മനസ്സിലായല്ലോ? ഇത് നെഹ്നുലം നഅരിഫ് മിനദ്ദുനിയ സിവാ മറഹിൽ സുറൂർ വബിനാഇ അക്വാഹിൽ തുഫൂലത്തി തഹ്ത അർശാഷിൽ തുയൂർ. ഇത് നെഹ്നു, ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ്? ലം നഅരിഫ് നമുക്ക് അറിയുകയില്ല. ലം നഅരിഫ് മിനദ്ദുനിയ ഈ ഒരു ദുനിയാവിലെ നമുക്ക് അറിയുകയില്ല. സിവാ മറഹി സുറൂർ സന്തോഷമല്ലാതെ. സിവ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ്. മറഹിൽ സുറൂർ സന്തോഷത്തിൻ്റെ ആ ഒരു ആനന്ദം, അതല്ലാതെ ആ ഒരു കാലത്ത് നമുക്ക് അറിയുകയില്ല എന്നാണ്. അതോടൊപ്പം തന്നെ വബിനാഇ അക്വാഹിൽ, അക്വാഹ് എന്ന് പറഞ്ഞാൽ കൂഹ് എന്നതിൻ്റെ ജം ആണ് അക്വാഹ് എന്ന് പറയുന്നത്. കുടിലുകൾ എന്നാണ് കേട്ടോ അർത്ഥം. വബിനാഇ അക്വാഹിൽ തുഫൂലത്തി ആ ഒരു കുട്ടിക്കാലത്തിലെ കുടിലുകൾ നിർമ്മിക്കുന്നത് തഹത്ത ആശാഷിൽ തുയോർ പക്ഷികളുടെ കൂടുകൾക്ക് താഴെയായിക്കൊണ്ട് കുട്ടിക്കാലത്തിൽ കുടിലുകൾ നിർമ്മിക്കുക, അല്ലേ? അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് നമുക്ക് സന്തോഷമില്ലാതെ മറ്റൊന്നും അറിയുകയില്ല. അതുപോലെ എന്താണ്? പക്ഷികളുടെ കൂട് താഴെയായിക്കൊണ്ട് നമുക്കും എന്താണ് കുടിലുകൾ ഉണ്ടാക്കുന്നതെല്ലാം തന്നെ മസ്കൂഫത്തുൻ ബിൽ വർദി വൽ അഅശാബി വൽ വറഖിൽ നദൂർ നബിനി ഫതഹദിമുഹ റിയാഹു ഫലാ നദിജു ഫലാ നസൂർ. എന്താണ് പറയുന്നത്? മസ്കൂഫത്തൻ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മസ്കൂഫത്തൻ മേൽക്കൂര നിർമ്മിച്ചുകൊണ്ട് എന്നാണ്. മസ്കൂഫത്തൻ എന്ന് പറഞ്ഞാൽ മേൽക്കുര ഉണ്ടാക്കിക്കൊണ്ട്, ബിൽ വർദി പൂക്കളെ കൊണ്ട്, അല്ലെ റോസാപ്പൂക്കളെ കൊണ്ട്, അതുപോലെ തന്നെ വൽ അഅശാബി പുല്ലുകളെ കൊണ്ട്, വൽ വറഖിൽ നളീർ, നളീർ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള എന്നാണ്. വറഖ് എന്ന് പറഞ്ഞാൽ ഇല, അല്ലെ? ഭംഗിയുള്ള ഇലകൾ കൊണ്ടും അതുപോലെ തന്നെ പുല്ലുകൾ കൊണ്ടും പൂക്കളുകൾ കൊണ്ടുമൊക്കെ മേൽക്കുര ഉണ്ടാക്കിക്കൊണ്ട്. നബിനി നാം അത് നിർമ്മിക്കുന്നു.
ഫതഹ്ദിമുഹ അപ്പോൾ അതിനെ തകർത്ത് കളയുന്നു, നശിപ്പിച്ച് കളയുന്നു. അരിയാഹു കാറ്റ് അതിനെ നശിപ്പിച്ച് കളയുന്നു എന്നാണ്. ഫലാ നലിജു ഫലാ നസൂർ പക്ഷേ ഫലാ നലിജു ലിജു എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുക, ബഹളമുണ്ടാക്കുക എന്നാണ്. പക്ഷെ അതിന് നാം എന്ത് ചെയ്യുന്നില്ല, ബഹളമുണ്ടാക്കുകയോ ഫലാലസോർ നമ്മൾ ഓടിപ്പോവുകയോ ചെയ്യുന്നില്ല എന്നാണ്. വനളല്ലു നർക്കുദു ഖൽഫ അസ്റാബിൽ ഫറാഷിൽ മുസ്തതീർ നഷ്ദു വനർഖുസു കൽബലാബിൽ ലിൽ ഹയാതി വലിൽ ഹുബൂർ. വനളല്ലു നാം ആയിത്തീരുകയും ചെയ്യുന്നു, നർക്കുദു നാം ഓടി നടക്കുന്നു, ഖൽഫ അസ്റാബിൽ ഫറാഷി ഖൽഫ എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്നാണ്. അസ്റാബിൽ ഫറാഷ് എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റകളുടെ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ്. അപ്പോൾ ധാരാളം പൂമ്പാറ്റകളുടെ പിന്നാലെ നാം ഓടിക്കൊണ്ടിരിക്കുന്നു, നാം ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള പൂമ്പാറ്റകളാണ്? അൽ മുസ്തതീർ പറന്ന് കളിക്കുന്ന പൂമ്പാറ്റകൾ എന്നാണ് കേട്ടോ. അപ്പോൾ പറന്ന് കളിക്കുന്ന പൂമ്പാറ്റകൾക്ക് പിന്നാലെ നാം ഓടിക്കളിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നഷുദോ നാം പാട്ട് പാടുന്നു, വനറഖുസു നാം ഡാൻസ് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു. കെൽബലാബിലി ആരെപ്പോലെ? ബുൽബുലുകളെപ്പോലെ, അല്ലെ രാപ്പാടി പക്ഷികളെപ്പോലെ. ലിൽ ഹയാത്തി വലിൽ ഹുബൂർ എന്തിനു വേണ്ടിയിട്ടാണ്? ലിൽ ഹയാത്തി നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടും, വലിൽ ഹുബൂർ ഹുബൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. സന്തോഷത്തിന് വേണ്ടിയിട്ടുമെല്ലാം തന്നെ പക്ഷികളെപ്പോലെ നാം നൃത്തം ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്യുന്നു എന്നാണ്. വനഷീദു ഫിൽ ഉഫുഖിൽ മുഖല്ലബ് മിൻ അമാനീനാ ഖുസൂർ ലാ നസ്അമുൽ ലഹ്വൽ ജമീല വലൈസ യുദ്രികുനൽ ഫുതൂർ. വനഷീദു ഫിൽ ഉഫഖി നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു, വനഷീദു നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു, ഫിൽ ഉഫഖി ഉഫഖ എന്ന് പറഞ്ഞാൽ ചക്രവാളങ്ങളിൽ നിന്നാണ് കേട്ടോ. അൽ മുഹല്ലബി മുഹല്ലബ് എന്ന് പറഞ്ഞാൽ വർണ്ണാഭമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ആ ദൂര സ്ഥലങ്ങളിലൊക്കെ തന്നെ നാം ഉണ്ടാക്കുന്നു. മിൻ അമാനീന നമ്മുടെ ആഗ്രഹത്താൽ എന്താണ് ഉണ്ടാക്കുന്നത്? ഖുസൂറ കൊട്ടാരങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നു എന്നാണ്. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള കൊട്ടാരങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നു എന്നാണ്. ലാ നസ്അമുൽ ലഹ്വൽ ജമീല ആ ഭംഗിയുള്ള കളികളൊന്നും തന്നെ നമുക്ക് മടുപ്പുണ്ടാക്കുന്നില്ല എന്നാണ്. ലാ നസ്അമു നമുക്ക് മടുപ്പുണ്ടാക്കുന്നില്ല, അല്ലഹ്വൽ ജമീല ആ ഭംഗിയുള്ള വിനോദം നമുക്ക് മടുപ്പുണ്ടാക്കുന്നില്ല. വലൈസ യുദ്രികുനൽ ഫുതൂർ അതുപോലെ തന്നെ നമ്മളെ ക്ഷീണം പിടികൂടുകയും ചെയ്യുന്നില്ല എന്നാണ്. വലൈസ ഇല്ല, യുദ്രികുന നമ്മെ പിടികൂടുന്നില്ല, അൽ ഫുതൂർ ക്ഷീണം പിടികൂടുകയും ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ കുട്ടിക്കാലത്തിൽ ഒരുപാട് കളിച്ചു കഴിഞ്ഞാലൊന്നും നമുക്ക് മതിയാവുകയില്ല അല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് ക്ഷീണവും പ്രയാസവും ഒന്നും തോന്നുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം അബുൽ ഖാസിം അഷാബി എന്ന് പറയുന്ന കവി എഴുതിയിട്ടുള്ള കവിതയാണ് ഈ മറഹുത് തുഫൂല എന്ന് പറയുന്ന കവിത. ഇനി അടുത്തതായിട്ട് അവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് നോക്കൂ. നഖ്റ ഉൽ മൽനൂമ വനഖ്താറു അൽ ജുമു അത്തിക്സീർ ആ ഒരു കവിത വായിച്ചിട്ട് അതിൽ നിന്നും നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാമെന്നാണ്. ജുമു അത്തിക്സീർ ജം തെക്സീറുകൾ തിരഞ്ഞെടുക്കുവാനാണ് കേട്ടോ. അപ്പോൾ ജംകളാണ് എഴുതേണ്ടത്, പക്ഷേ ആ ജം തെക്സീർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ജം തെക്സീർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ. നമുക്കറിയാം 3 ഇനമാണ് ജംകളുള്ളത്. ജംകൾ 3 ഇനമാണ് എന്നാണ്. ഒന്നാമത്തേത് ജംഉ മുദക്കർ സാലിമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മുസ്ലിം എന്ന് പറയുന്ന പദത്തിൻ്റെ ജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വാവും നൂനും ചേർത്ത് കൊടുക്കും. അങ്ങനെ എന്തായിട്ട് മാറും? മുസ്ലിമൂന എന്നായിട്ട് മാറും. മുഅ്മിന് മുഅ്മിനൂന അങ്ങനെ ഉണ്ടാക്കുന്ന ജംആണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്. ഇനി മുസ്ലിമത്തുൻ എന്ന് പറയുന്ന പദത്തിൻ്റെ കൂടെ ഒരു അലിഫും താവും വെച്ച് കൊടുത്താൽ മുസ്ലിമാത്തുൻ എന്നായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ജംആണ് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. ടീച്ചർ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ജംഉ തെക്സീർ എന്താണ് എന്നാണ്. അപ്പോൾ മുസ്ലിമത്ത് എന്നതിൻ്റെ ജം എന്താണ്? മുസ്ലിമാത്തുൻ, മുഅ്മിനത്തുൻ, മുഅ്മിനാത്തുൻ, തോലിബത്തുൻ, തോലിബാത്തുൻ. അപ്പം ഇങ്ങനെ അലിഫും താവും വെച്ച് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ജംഉ അതിനാണ് നമ്മൾ ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, എന്താണ് ജംഉ തെക്സീർ എന്ന്. ടീച്ചറോട് അതിന് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ജംഉ തെക്സീർ എന്ന് പറഞ്ഞാൽ മാ ദല്ല അല അക്സറ മിൻ ഇസ്നൈനി ഔ ഇസ്നതൈനി മഅ തഗ്യീരി സൂറത്തുൽ മുഫ്രദി
രണ്ടോ അതിൽ കൂടുതലുള്ളതിനെയോ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത് ജമ എന്ന് പറയുന്നത്, ജമ തെക്സീർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ജമ തെക്സീർ എങ്ങനെയായിരിക്കും? ആ തഈരി സൂറത്തുൽ മുഫ്രദി, അതിൻ്റെ മുഫ്രദിൻ്റെ രൂപത്തിന് അഥവാ ഏകവചനത്തിൻ്റെ രൂപത്തിന് മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കും ആ ഒരു ജമ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ്. നേരത്തെ പറഞ്ഞ ജമ പോലെയല്ല, നമ്മളെന്തായിരിക്കും അതിൻ്റെ ആ ഒരു സിംഗുലർ രൂപം ഉണ്ടായിരിക്കുമല്ലോ, ആ രൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ജംഇനെയാണ് ജംഉ തെക്സീർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കെസ്സറ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്ന അർത്ഥം. അപ്പോൾ ആ ഒരു പദത്തെ പൊട്ടിച്ചു കൊണ്ടുണ്ടാക്കുന്നതായ ഒരു ജംഉ. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മുസ്ലിമൂന, അതുപോലെ മുസ്ലിമാറ്റുൻ എന്നൊക്കെ പറയുമ്പോൾ വാവും നൂനും ചേർത്ത് കൊടുക്കുക, അതുപോലെ അലിഫും ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. ഇത് അങ്ങനെയൊന്നുമല്ല, തന്നിട്ടുള്ള ആ ഒരു ഇസ്മിൽ എന്ത് ചെയ്യാം, ആ ഒരു മുഫ്രദിൽ അതിൽ രൂപമാറ്റം വരുത്തിക്കൊണ്ടുണ്ടാക്കിയെടുക്കുന്നതായ ജംഇനെയാണ് ജംഉ തെക്സീർ എന്ന് പറയുന്നത് കേട്ടോ. ഉദാഹരണം പറയുകയാണെങ്കിൽ ടിഫുലിൻ എന്നതിൻ്റെ ജം ആണ് അത്തുഫാൽ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ ഷജറത്തുൻ എന്നതിന് ജം ആണ് അഷ്ജാറുൻ എന്ന് പറയുന്നത്. ബൈത്തുൻ എന്നതിന് ജം ആണ് ബുയൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ജംഇനെയാണ് നമ്മൾ ജംഉ തെക്സീർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ആ ഒരു മൻലൂമയിൽ വന്നിട്ടുള്ളതായ പദങ്ങൾ ജംഇകളെ കണ്ടെത്തി എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കുക ഏതൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ബുൽബുല് എന്നതിൻ്റെ ജംഉ ബലാബിൽ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കൂ. ആ ഒരു അതേ വരിയിൽ തന്നെ, ആ ഒരു ലൈനിൽ തന്നെ വരുന്നുണ്ട് ജദാവിൽ. കണ്ടോ, ജദാവിൽ. ജദ്വല് എന്നതിൻ്റെ ജംഉ ആണ് ജദാവിൽ എന്ന് പറയുന്നത്. അതെന്താണ്? ജംഉ തെക്സീറാണ്. അതുപോലെ സഹർ എന്നതിൻ്റെ ജംഉ ആണ് സുഹൂർ എന്ന് പറയുന്നത്. അതും എന്താണ്? ജംഉ തെക്സീറാണ്. ഇനി രണ്ടാമത്തെ ആ ഒരു ലൈനിൽ നോക്കൂ. വബിനാഇ അക്വാഹി തുഫൂല. കണ്ടില്ലേ, അക്വാഹ്. കൂഹ് എന്നതിൻ്റെ ജം ആണ് അക്വാഹ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തഹ്ത അഗ്ഷാഷി, അതിൽ ഉഷ് എന്നതിൻ്റെ ജം ആണ് അഗ്ഷാഷ് എന്ന് പറയുന്നത്. ത്വാഇറിൻ എന്നതിൻ്റെ ജം ആണ് തുയൂർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വരി നോക്കൂ. അഗ്ഷാബ്. ഉഷ്ബ് എന്നതിൻ്റെ ജം ആണ് അഗ്ഷാബ് എന്ന് പറയുന്നത്. അതേ വരിയിൽ തന്നെ രണ്ടാമത്തെ ലൈനിൽ നോക്കൂ. നബിനി ഫതഹദിമു റിയാഹു. കണ്ടില്ലേ, റീഹ് എന്നതിൻ്റെ ജം ആണ് റിയാഹ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിർബ് എന്നതിൻ്റെ ജം ആണ് അസ്റാബ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, അടുത്ത വരിയിലായിട്ട് നലല്ലു നർക്കുൽ ഖൽഫ അസ്റാബിൻ എന്ന് കണ്ടില്ലേ. അപ്പോൾ അതിൽ സിർബ് എന്നതിൻ്റെ ജം ആണ് അസ്റാബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹബർ എന്നതിൻ്റെ ജം ആണ് ഹുബൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖസ്ർ എന്നതിൻ്റെ ജം ആണ് ഖുസൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പദങ്ങളാണ് അതിൽ ജംഉ തെക്സീറുകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബോക്സിൽ അത് എഴുതാണ് വേണ്ടത്. ഒന്നാമത്തെ ആ ഒരു ബോക്സിലായിട്ട് അതിൻ്റെ ഏകവചനം എഴുതുക, അപ്പുറത്തെ ബോക്സിലായിക്കൊണ്ട് അതിൻ്റെ ബഹുവചനം ജംഉ തെക്സീർ എഴുതി കൊടുക്കുകയും കൂടെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിലെടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാനത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ. അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.